ഓക്കെ ഓക്കെ, ഇന്ന് ഈവനിംഗിൽ എത്തിച്ചേക്കാം. ഓക്കെ. ഗുഡ് മോർണിംഗ്, ഐ എം ജീവ, TN ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറാണ് ഞാൻ. ഇരിക്കൂ സാർ. താങ്ക് യു. സോറി സാർ, ഈ മാസത്തെ ഡ്യൂ അടയ്ക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇപ്പൊ തന്നെ ബാങ്കിലേക്ക് ആളെ വിടാം. സാരമില്ല, ഞാൻ അതിനൊന്നല്ല. സർ, സിറ്റി ഫുൾ ഹീറോ ഹോണ്ട സ്ട്രീറ്റ് ഡീലേഴ്സ് നിങ്ങളാണോ? അതെ സാർ. അപ്പോൾ സിറ്റിയിൽ ആര് ഹീറോ ഹോണ്ട സ്ട്രീറ്റ് വാങ്ങിയാലും നിങ്ങളുടെ അടുത്ത് നിന്നല്ലേ വാങ്ങുള്ളൂ? ഓഫ് കോഴ്സ്. എന്ത് പറ്റി സാർ? ഈ അടുത്ത് എത്ര റെഡ് കളർ ഹീറോ ഹോണ്ട സ്ട്രീറ്റ് ഡെലിവറി ആയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഏകദേശം 50ഓളം ഉണ്ടാവും. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, അത് വാങ്ങിയുടെ അഡ്രസ്സും തരാൻ പറ്റുമോ? ഓ, അതിനെന്താ, തരാമല്ലോ. ആഹാ, അതേ വണ്ടി, അതേ റെഡ് കളർ. ഹലോ, ഗുഡ് മോർണിംഗ് മാഡം. ഹലോ, ഒന്ന് അകത്തേക്ക് വാ. മോൻ ഏത് നാട്ടിന്നാ വരുന്നേ? കണ്ടിട്ട് പുറത്തുള്ള ആളാണെന്ന് തോന്നുന്നു. ആ, അല്ല, നല്ല തണുത്ത വെള്ളം കുടിക്കുന്നോ അതല്ലെങ്കിൽ മോര് കുടിക്കുന്നോ? ഇല്ല വേണ്ട, അവിടെ പുറത്തൊരു ഹീറോ ഹോണ്ട സ്ട്രീറ്റ് ഇരിക്കുന്നില്ലേ, അത്. ഓ, പുറത്ത് കണ്ടായിരുന്നോ? ആ, വരുന്ന വഴി കണ്ടായിരുന്നു. ആ വണ്ടി മാത്രല്ല, ഇവിടെ കൊറേ വണ്ടികളുണ്ട്. സുലോചന, ഹേമ, പുഷ്പ, യമുന. അയ്യോ, ഇത് ഞാൻ വിചാരിച്ച പോലൊരു സ്ഥലമല്ലല്ലോ. അയ്യോ ചേച്ചി, നമ്മളെ വിട്ടേക്ക്. മോനെ, മോനെ നിക്ക് മോനെ. അതേ റെഡ് വണ്ടി. മിസ് സൗന്ദര്യ, സൗന്ദര്യ. മുത്തശ്ശി, മിസ് സൗന്ദര്യ ഒന്ന് കാണണം, ഒന്ന് വിളിക്കോ? ഞാൻ തന്നെയാ കുമാരി സൗന്ദര്യ, ഞാൻ ഇപ്പോഴും കുമാരി തന്നെയാ. അപ്പോ ആ ചുവന്ന ഹീറോ ഹോണ്ട സ്ട്രീറ്റ് വണ്ടി? ആ വണ്ടി എന്റേത് തന്നെയാ. ആഹാ, അതേ റെഡ് കളർ, അതേ വണ്ടി തന്നെ. ഈശ്വര, ഈ വണ്ടിയെങ്കിൽ അവളുടെ വണ്ടി ആയാൽ മതിയായിരുന്നു. ആരാ അത് വണ്ടിയുടെ ചുറ്റും നോക്കുന്നുണ്ടല്ലോ? ഈ കോളനിയിൽ ഇവനെ കണ്ടിട്ടില്ല. ഇവൻ വല്ല തീവ്രവാദിയോ കൊലപാതകയോ വല്ലതും ആണോ? ബോംബ് വെക്കാൻ ശ്രമിക്കുവാൻ തോന്നുന്നു. വെറുതെ ഒരു മണ്ടത്തരം പറയല്ലേ. അവന്റെ മോന്ത കണ്ട അറിയില്ല അവൻ കള്ളനാന്ന്. അവന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ ഡീൽ ചെയ്തോളന്നേ. ഡാ, നിന്റെ ഹൈറ്റ് എത്രയാ? 5'10". നിന്റെ വെയിറ്റോ? 68 കിലോ. ഒരു ദിവസം ഒറ്റ വീടാണോ? 3 സാർ. ഓ, ഒരു ദിവസത്തിൽ 3 ഡാ, ഇങ്ങ് വന്നേ. അല്ല, ഈ 2 വീലർ മാത്രമാണോ അതോ ഈ ബസ്, ലോറി, കാറ്? അല്ലല്ല, ഓൺലി ഹീറോ ഹോണ്ട സ്ട്രീറ്റ്, അതും റെഡ് കളർ മാത്രം. റെഡോ? അതിലെന്താ ഇത്ര സെന്റിമെന്റ്സ്? ഒരു ചെറിയ കമ്മിറ്റ്മെന്റാ സാർ. അവിടെ എന്താ മേടി കൂടെ വാർപ്ലെയിൻ പോകുന്ന ശബ്ദം കേട്ടു ഞാൻ. ഞാനൊന്നും കേട്ടില്ലല്ലോ. അതൊക്കെ മിലിറ്ററി സീക്രട്ടാ, നിനക്ക് മനസ്സിലാകാം. കള്ളാണല്ലേ? എന്താടാ, നീ പോക്കറ്റ് അടിക്കാരനാണോ അതോ മാലമോഷ്ടാവാണോ? എന്താ സാർ ഇത്? ഞാനെന്താ വല്ല കള്ളനോ റൗഡിയാണെന്നാണോ വിചാരം? സൂക്ഷിച്ച് സംസാരിക്കണം. അളന്ന് സംസാരിക്കാൻ ത്രാസും കട്ടിയും കൊണ്ടൊന്നും അല്ല ഞങ്ങൾ നടക്കുന്നേ. കള്ളന്മാരോടൊക്കെ എന്തിനാ സംസാരിക്കുന്നത്? ഫുൾ ടൈം നിന്നോട് സംസാരിക്കാൻ പറ്റും. ഒരു ചെറിയ ചേഞ്ചാ. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറ. പോലീസ് ഒന്നും വേണ്ട, മിലിറ്ററിക്കാരനായ ഞാൻ വെക്കാനല്ലേ? അയ്യേ, ഇതെന്തോടോ മഴയോ? ഡാ, പോലീസിനെ ഫോൺ ചെയ്യ്. ഹലോ. ഡാ, ഫോൺ പിന്നെ ആരും ഒന്ന് എടുക്കൂടാ. എന്തിനാ തിരക്കൂട്ടുന്നേ? ഞാൻ കള്ളനൊന്നുമല്ല, ഇവിടെ പുതിയതായി വന്ന ബാങ്ക് മാനേജറാ. ഈ കോളനിയിൽ വീട് വല്ലതും വാടക കിട്ടുന്ന നോക്കാൻ വന്നതാ. പ്ലീസ് വിശ്വസിക്ക് സാർ. വാടകയ്ക്ക് ഒരു വീടല്ലേ, ആളെ പൊട്ടരാക്കാൻ നോക്ക. അല്ല സാർ, നീ വാടകയ്ക്ക് വീട് നോക്കി വന്നതാണോ അതോ ഈ വണ്ടി ഇവിടെ ഉരുട്ടിക്കൊണ്ടു പോവാൻ വന്നതാണോ നീ ഇപ്പൊ മനസ്സിലാക്കി തരടാ. മിലിറ്ററി ബോംബെ പടത്തിൽ വരുന്ന മനീഷ കൊയ്രാളെ പോലെ കുലുങ്ങി കുലുങ്ങി വരുന്ന കണ്ടാ എന്നാ ഇന്നാ. എടാ വാടാ, ഇങ്ങ് വരാൻ. എല്ലാവരും ഒന്നാങ്കി വന്നിരിക്കുന്നു. പറക്കണോ? എന്നാ പിടിച്ചോ. ഓ, മിലിറ്ററിക്ക് കാണിക്കണമെന്നുണ്ടോ? അതൊന്നുമില്ല മോളെ, വീട്ടിലെ താഴത്തെ നില കാലിയല്ലേ, പറ്റിയൊരു പാർട്ടിയെ കൊണ്ടുവന്നാ. വാടക നിങ്ങൾ തമ്മിൽ കമ്മീഷൻ എനിക്ക് തന്നേക്കാം. അവൻ ഈ വീട്ടിൽ താമസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കള്ളനാന്ന് ഉറപ്പാ. ആ ചേച്ചി ഉങ്ക വീട്ടെ പറ്റി പറ. വാടക 3000 രൂപ, കറണ്ടിന് 400 രൂപ, ബാത്റൂം 100 രൂപ. ചേച്ചിയുടെ ബാത്റൂം കഴുകാൻ അവൻ 100 രൂപ തരണോ? അവരോട് ബാത്റൂം തന്നെയാ. അപ്പടിയാ. കേബിൾ ടിവിക്ക് 200 രൂപ. മൊത്തം അവളതാ. ഇഷ്ടമുണ്ടെങ്കിൽ എടുത്തുക്കോ. പിന്നെ അഡ്വാൻസ് 30,000 രൂപ.
അവന്റെ വാടക വെച്ചിട്ട് പുതിയ വീട് പണിയാൻ നോക്കുകയാണോ? അയ്യോ, ഓവർ റേറ്റും ഓൾഡ് വീടും എനിക്കിതൊന്നും സെറ്റ് ആവില്ല സാറേ. ആ അപ്പൊ ഇവൻ കള്ളൻ തന്നെയാ. ഓ, ആവശ്യമില്ലാത്ത പറയരുത്. ഞാനെന്താ ആവശ്യമില്ലാത്ത പറഞ്ഞേ? എനിക്ക് വീട് ഇഷ്ടമല്ല, റെന്റും ശരിയാവില്ല. ഞാനിവിടെ നിൽക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങള് ഈ വീട്ടിൽ വന്ന് താമസിച്ചോന്നേ. മുഴുവൻ വാടക കൊടുക്കാൻ പറ്റാതെ എന്റെ ചേട്ടൻ ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ എന്റെ ചേട്ടന്റെ മനസ്സിന്റെ ഭാരവും കുറയും, എനിക്ക് ഒരാശ്വാസവും കിട്ടും. എന്തു പറയുന്നു? അതെ, അവൻ ഇങ്ങോട്ട് വന്ന നിനക്ക് എന്താ ആശ്വാസമാടി? എടി സാരിയൊക്കെ പോയി എടുത്ത് അങ്ങോട്ട് ഉടുക്ക്. അല്ല, നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്പ് എനിക്കൊരു കോപ്പം വേണ്ട, നീ പോയേ. എന്തിനാ ഇങ്ങനെ സംശയിക്കുന്നേ? ഛേ. ഡാ, നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നേ? അതിനു മുമ്പ് ഇങ്ങോട്ട് നോക്കി നിന്നല്ലേ? ഞാൻ അവിടെയല്ലേ നോക്കിയത്. ഇപ്പഴല്ലേ അങ്ങോട്ട് നോക്കി, അതിനു മുമ്പ് ഇങ്ങോട്ട് നോക്കിയില്ലേ? അയ്യോ, ഞാൻ നോക്കിയില്ല. പോയി കാണണ്ട. ഇല്ലെന്നേ. പോയി നോക്കടാ. ഞാൻ ആളുകൾ നോക്കിയില്ല. കാണുമ്പോ മാത്രമേ മര്യാദ ഉള്ളല്ലേ? ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പോയി നോക്കിയിട്ടില്ലെന്നേ. നോക്കടാ. ഡാ, പോയി പോടാ. വേണ്ട. ഞാൻ പോടാ. മേജർ അങ്കിൾ, അവിടെ എന്താ ഒരു പ്രശ്നം? അതൊന്നുമില്ല മോളെ, ഒരു കള്ളത്തിരുമാലി എന്റെ കൈപ്പെട്ടതാ. എന്താ അവിടെ? ഏതൊരു കള്ളനാണെന്ന്. അല്ല, ആ പെണ്ണ് ആ വീട്ടിലാണോ? ആ വീട് ആ പെണ്ണിന്റെ തന്നെ. ആ പെണ്ണ് അങ്ങേ താമസിക്കുന്നത്. ശരി, ഞാൻ പോയിട്ട് വരാമേ. മോള് സൂക്ഷിച്ചു. ഓക്കെ അമ്മേ. ഡാ, നീ ഒരു പെരും കള്ളനല്ലേ? അയ്യോ, ഇപ്പൊ നിങ്ങൾക്ക് എന്താ വേണ്ടേ? വാടകയ്ക്ക് താമസിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഞാനതിന് റെഡിയാണെന്നേ. അതെ ചേച്ചി, എനിക്ക് വീട് ഇഷ്ടമായി. വാടക എത്രയായാലും കുഴപ്പമില്ല. അത് മാത്രമല്ല, നിങ്ങളെയൊക്കെ കാണുമ്പോ മരിച്ചുപോയ എന്റെ ബന്ധുക്കളെ പോലെ തോന്നുന്നേ. എടാ, ഞങ്ങൾ എന്താണ് പ്രേതങ്ങളോ? സൂചി ബാബു ഒന്ന് ഓടിക്കോ. എന്തിനാണ് അങ്ങനെ സൂചി കൊണ്ട് കുത്തുന്നേ? എന്റെ പേര് സൂജി ബാബു. ഞാൻ ഇവരുടെ മകനാ. എനിക്ക് ഡെയിലി ചോക്ലേറ്റ് വാങ്ങി തന്നില്ലെങ്കിൽ ഇനിയും കുത്തും ഞാൻ. വാങ്ങി തരാം മോനെ. ഇത്രയും ചില വിചിത്രമായ ക്യാരക്ടേഴ്സിന് നടുവിൽ ഒരു പുതിയ ബാങ്ക് മാനേജർ ഇവിടെ വന്ന് സെറ്റിലാക്കാൻ പോവാ. ഇനി മുതൽ അങ്ങോട്ട് കഥയ്ക്ക് ചൂട് പിടിക്കാൻ പോവാ. യെസ്. कौसल्या सुप्रजा रामपूर्वा सन्ध्या प्रवर्तते उत्तिष्ठ दूरं दैवमान्निकम् മുളകുപൊടിയോ? ആ, സാരമില്ല. ഗോവിന്ദ ഗോവിന്ദ. എടി, ആ. നീ കുടുങ്ങി നനഞ്ഞ കോഴിയുടെ പോലെ ഇത് എങ്ങോട്ടാ? നേരം വെളുക്കുമ്പോ ഇതുപോലെ മണികിളിക്ക് ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ പൂജ ചെയ്തിട്ടുണ്ടോ? എന്നെങ്കിലും ഒരു ദിവസം പൂജ ചെയ്യാൻ അനുവദിച്ചാലല്ലേ? ഒരേ ഒരു തവണ ഞാൻ അവിടെ പോയിട്ട് ശരി, പോ. പ്രാർത്ഥിച്ചു. എടി, അകത്തേക്ക് പോടി. ഈ കേറി പോ. മനുഷ്യൻ ഒന്നിനും സമ്മതിക്കത്തില്ലല്ലോ. പുതിയ ആ ചെറുക്കൻ വന്ന് ഈ കോളനി മുഴുവൻ കുട്ടിച്ചോറാക്കുമെന്നാണല്ലോ തോന്നുന്നേ. എനിക്ക് എന്നും കാലത്ത് ഗായത്രി മന്ത്രവും സുപ്രഭാതവും കേട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടേ. അതിൽ ബുദ്ധിമുട്ട് എന്തെങ്കിലും? അയ്യോ, അതൊന്നും പ്രശ്നമില്ലേ. ഗോവിന്ദം ഭജ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. എന്റെ പഴനിയാണ്ടവാ, എന്നാ ഒരു ഭക്തി. ഈ ചെറുക്കനക്ക് എന്റെ തങ്കച്ചി ഓമനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്താ എത്ര നല്ലായിരിക്കും. ഗോവിന്ദ 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 ഗോ ഗോ ഗോ. ശോ, മിണ്ടായിരിക്ക, അടങ്ങി. ഈ വീട്ടിൽ ആരുമില്ലേ? വാ മോനെ, ഇരിക്കേ. സാരമില്ലമ്മേ, പൂജ കഴിഞ്ഞ് ഗായത്രി മന്ത്രം ചൊല്ലുന്നത് വരെ ഇരിക്കാൻ പാടില്ലെന്ന് സാമവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ചു കഴിഞ്ഞ് സുപ്രഭാതം കേട്ടുകൊണ്ട് പൂജയും ചെയ്ത് കർപ്പൂരം കത്തിക്കാൻ നിന്ന സമയത്ത് തീപ്പെട്ടിയില്ലാത്ത അവസ്ഥയായി പോയി. ഒരു തീപ്പെട്ടി ഉണ്ടെങ്കിൽ ഒന്ന് തരാവോ? അതിനെന്താ മോനെ? അതെ അമ്മേ, സിഗരറ്റ് വലിക്കുന്ന ശീലമൊന്നും ഇല്ലാത്തതുകൊണ്ട് കർപ്പൂരം കത്തിക്കുന്ന സമയത്തല്ലാതെ തീപ്പെട്ടിയെ കുറിച്ച് ചിന്തിക്കാറേയില്ല. അത് മാത്രമല്ല, ഒരു തരത്തിലുള്ള ദുശീലങ്ങളും ഇല്ലാതെ പരിശുദ്ധമായിട്ടാ മുത്തശ്ശീനെ വളർത്തിയത്. എനിക്ക് അച്ഛനമ്മ, ചേച്ചി, അനിയത്തി, ചേട്ടൻ, അനിയൻ ആരും തന്നെ ഇല്ല. മോന്റെ പേരെന്താ? എന്റെ പേര് ജീവാന്ന്. എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഗോൾഡ് മെഡൽ കിട്ടിയോണ്ട് ഒബിയില് TN ബാങ്കിൽ ഒരു ജോലി കിട്ടിയിട്ടുണ്ടമ്മേ. മാസം 6000 രൂപ ശമ്പളമുണ്ട്. മാത്രമല്ല ഹൗസിംഗ് അലവൻസും ട്രാവൽ അലവൻസും എല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. അത് മാത്രമല്ല, ഞാനിതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. നല്ലൊരു പെൺകുട്ടിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആലോചനകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഞാനിപ്പോ വരാം. എന്നാ തീപ്പെട്ടി. എനിക്ക് എന്തിനാണ് തീപ്പെട്ടി? അതിനു വേണ്ടിയല്ലേ വന്നത്? അതെ അതെ, ഞാൻ വന്നത് തീപ്പെട്ടിക്ക് വേണ്ടിയാ. താങ്ക്സ്, വരട്ടെ. വേഗം പോയി പൂജ തുടങ്ങാം. ഗോവിന്ദ ഗോവിന്ദ. ഇവളുടെ അടുത്ത് നമ്മുടെ അടവൊന്നും നടക്കുന്നില്ല. മിസ്റ്റർ, കാസറ്റിലിട്ടത് വെങ്കടേശ സുപ്രഭാതം, നെറ്റിയിലിട്ടിരിക്കുന്നത് വിഭൂതിക്കുറി. ഈസ് ഇറ്റ് നോട്ട് കോൺട്രഡിക്ടറി? വെങ്കട് ഈശ്വരൻ, വെങ്കടേശ്വരൻ. അതെ, കറക്റ്റാ. ഹരേ ഹര.
രണ്ടുപേരും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നെറ്റിയിൽ വിഭൂതി വരച്ചിട്ട് മനസ്സിൽ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. നാമൊക്കെ മനസ്സിൽ തന്നെ ജപിക്കും, വെറുതെ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കണ്ട. അതെ, നാമം ജപിച്ച് ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ. നീ നാമം ജപിച്ചാലും പൂജ ചെയ്താലും അത് നിന്റെ വീട്ടിനകത്ത് മാത്രം ചെയ്യ്. അതിങ്ങനെ പുറത്തേക്ക് ഒന്ന് എക്സ്പോസ് ചെയ്യല്ലേ. ഫാമിലി ഒക്കെ കിടന്ന് ഷെയ്ക്ക് ആവുവാടാ. ഷെയ്ക്ക് ആണെങ്കിൽ ദുബായിക്ക് പറഞ്ഞോടേ. ദുബായിക്ക് പോയിട്ട് എന്തിനാ? ഷെയ്ക്കുമാരൊക്കെ എവിടെയല്ലേ ഉള്ളത്? എടാ മണ്ട, ആ ഷെയ്ക്കിന്റെ കാര്യമല്ലടാ, ഈ ഷെയ്ക്കിന്റെ കാര്യമാ പറഞ്ഞേ. എടോ, ഞാനിവിടെ ഉള്ളപ്പോ താൻ വേറെ ലോൺ എടുക്കാൻ എടുത്ത് പോയെന്ന് തോന്നുന്നു. 3 മാസം ആയാലും ശരി, 6 മാസം ആയാലും ശരി, തുണി എന്റെ അടുത്ത് തന്നെ തരണം. അയാൾ നല്ല ആൾക്കാരെ കൊണ്ട് അലക്കിച്ചോട്ടെ. അന്ന് ഞാൻ സമ്മതിക്കില്ല. അതിപ്പോ ബട്ടൺ പോയാലും ശരി, സിബ് പോയാലും ശരി, തുണി എന്റെ അടുത്ത് തന്നെ തരണം. അതൊക്കെ ടൈലർ ചെയ്യേണ്ട പണിയല്ലേ. എന്റെ അളിയൻ ടൈലർ അല്ലേ? ഓ, കുടുംബം മൊത്തം പിച്ചക്കാരാണല്ലേ. വേറെ എവന്റെയും കൈ കൊടുക്കാൻ നോക്കിയാലുണ്ടല്ലോ, ഈ കോളനിയിൽ നിന്ന് തന്നെ നിന്നെ ഓടിച്ചിരിക്കും ഞാൻ. അല്ല, ലോകസഭ എം പിയാ പറയുന്നേ, പോടാ. അപ്പോഴേ ഞാൻ പറയുന്ന കണ്ടീഷൻ കൂടെ ഒന്ന് കേൾക്കണേ. നീ ഈ കോളനിയിലേക്ക് എൻട്രി ആവുമ്പോ മുടിയൊക്കെ ചപ്ര ചിപ്രയായിരിക്കണം, ഷർട്ട് എല്ലാം കീറി ഒരു പ്രാന്തനെ പോലെ ആയിരിക്കണം ഇങ്ങോട്ട് വരേണ്ടത്. അല്ല, എന്റെ ഭാര്യയുടെ വീക്ക്നെസ് നിങ്ങൾക്ക് അറിയാവുന്നല്ലേ മിലിറ്ററി. എന്താ? അതെ അതെ, പോടാ. അവൾ ഇവനെ കണ്ട ഉടനെ തന്നെ ഭക്തിപരവശത്തിൽ ഭജന പാടാൻ തുടങ്ങാ സാറേ. മിസ്റ്റർ, എന്റെ പെർമിഷൻ ഇല്ലാതെ ഈ കോളനിക്കുള്ളിലെ ഒരു വീട്ടിലും നീ കയറാൻ പാടില്ല. കറക്റ്റ്. ഈ കോളനിയുടെ വാച്ച്മാൻ ആണ് ഈ പറയുന്നത്. എന്താ? എന്നെ പറ്റി നിനക്കറിയില്ല. നിങ്ങളെ പറ്റി ഞങ്ങൾക്ക് പോലും അറിയില്ല, പിന്നെ ഇയാൾക്ക് എങ്ങനെ അറിയാനാ? ഇതാണ് 1992 കാശ്മീരിൽ നടന്ന ഒരു ലോക്കൽ വാറില് ആ വാർ ഉപയോഗിച്ച് തയ്ച്ച ചെരുപ്പാണ് ഇത്. വാറെന്ന് പറഞ്ഞാൽ യുദ്ധം. ഞാനൊരു ബോംബ് എടുത്തെറിഞ്ഞു, പക്ഷേ അത് പൊട്ടിയില്ല. അത് ഡമ്മി ബോംബായിരിക്കും. ഒറിജിനൽ ബോംബ്. എന്താ പൊട്ടത്തെന്നറിയോ? തിരി കടിച്ചെടുത്തപ്പോൾ ബോംബിനുള്ളിലെ എല്ലാം പുറത്തേക്ക് വന്നു. പിന്നെ എന്റെ ഈ വെറും കൈ കൊണ്ടാണ് ഞാൻ 100 പേരെ അടിച്ചൊതുക്കിയത്. ഈ കുക്കുകളെ ഒന്നും വാർഫീൽഡിലേക്ക് കൊണ്ടുപോകാറില്ലല്ലോ. അല്ല, മിലിറ്ററിയിൽ താനൊരു കുക്കായിരുന്നു. ശരി ശരി, നീ പോവല്ലേ. ഇയാൾ കുക്കാണെന്ന് കൺഫേം ചെയ്തിട്ട് പോ. ട്രാഫിക്കിന് മുമ്പ് ഇനി എന്ത് ട്രാഫിക് ഉണ്ടായാലും ശരി, ഇയാൾ കുക്കാണെന്ന് കൺഫേം ചെയ്തിട്ട് പോയാൽ മതി. അങ്ങനെ പോവല്ലേ. ഇയാൾ കുക്കാണ്, മിലിറ്ററിയിലെ കുക്കാ. അതിരിക്കട്ടെ, ഞാൻ മിലിറ്ററിയിൽ കുക്കായിരുന്നു എന്ന് നിനക്ക് അങ്ങനെ മനസ്സിലായി? വെള്ളം അടിച്ച് പറ്റായിട്ട് താൻ തന്നെയല്ലേ പറഞ്ഞേ? ഞാൻ തന്നെ പറഞ്ഞു. ഇതാണ് കണ്ണി കണ്ടവർ കൂടെ വെള്ളം അടിക്കരുതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ ഒറ്റയ്ക്ക് വെള്ളം അടിച്ചോളാം. താ പമ്പെടുത്ത് വെച്ച് അടിക്കും. ഒന്ന് പോടോ. എന്റെ ഭാഗ്യം, ഒരാള് പോലും കണ്ടില്ല. ഞാൻ കേട്ടല്ലോ.